ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്ത് എന്ന് പറഞ്ഞൊരു ഫുഡാണ് കേട്ടോ. ഞാൻ കുറച്ച് കാലമായിട്ട് ഈ പേര് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയില്ല. ആദ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ എന്ന് തോന്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടുപ്പിൽ ചട്ടി വെച്ചതിന് ശേഷം നല്ല പോലെ ചൂടാക്കി അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പായതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള നല്ല പോലെ വഴന്ന് കിട്ടണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 3 തക്കാളി എടുത്ത് ജ്യൂസാക്കിയതിന് ശേഷം അതും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു 3 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അറബിക് മസാല പൗഡറാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ആ ഒരു പീസ് മാത്രമേ ഇട്ട് കൊടുത്തിയുള്ളൂ കേട്ടോ. അതൊന്ന് ഇതിൽ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തത്. അപ്പോൾ അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലക്കൂട്ട് ഇതിനോട് യോജിപ്പിച്ചിട്ട് നല്ല പോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സമയം അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഉണക്കനാരങ്ങ അല്ല ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ചിക്കനിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഒഴിവാകാൻ വേണ്ടിയിട്ട് കഴുകി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാം പോലെ തന്നെ ഇതും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ കപ്സക്കും മന്തിക്കും ഒന്നുള്ള മാതിരി എല്ലാത്തരം പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളതിൽ കുരുമുളക് പൊടി ഇതൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ അതൊന്നും നമ്മളിത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണ്ടത് ഇത് അറബിക് മസാല പൗഡർ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ വരേണ്ടതും. അപ്പോൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ പാകമാക്കി വെച്ച വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ അളന്ന് പാകമാക്കി വെച്ച വെള്ളമായിരിക്കണം, കൂടുതലാവരുത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അളവ് നോക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ, അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുക.
അപ്പം ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊന്ന് ചെറിയതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടാണ് കേട്ടോ ഇത് മൂടി വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി ഒന്ന് ഓപ്പൺ ചെയ്താൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലങ്ങനെ ചേർക്കലൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ടേസ്റ്റിന് എല്ലാത്തിലും ചേർത്ത് കൊടുക്കുന്നതാണ്. അല്പം നെയ്യ്, മിൽമ നെയ്യ്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. കണ്ട നല്ല പോലെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് റൈസും നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി പാകമാക്കി വെക്കുക. എന്നിട്ട് ഇത് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അല്പം ചിക്കൻ ഫ്രൈ കൂടി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓവറായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ ആയതുകൊണ്ട് അത്ര മതിയല്ലോ. അതുകൊണ്ട് ഒരു 5-6 പീസ് ചിക്കൻ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നപ്പോൾ ഈ പേരൊന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഏതായാലും നമ്മൾ ചെറിയ രീതിയിലുള്ള ചിക്കൻ ഫ്രൈയും ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പേരോ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, ഇതെങ്ങനെ ഉണ്ടാക്കി തീർക്കും എന്നൊക്കെ വിചാരിക്കും. ഒരു കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പേര് അങ്ങനെ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്നായിട്ട് ഉണ്ടാക്കി. ഓവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, വീണ്ടും പറയുകയാണ്. അപ്പം നമ്മൾ സാധാ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും പറ്റുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഒക്കെ റെഡിയാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൽ പെട്ട കപ്സയും മന്തിയൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഉണ്ടാക്കില്ലല്ലോ, അതാണല്ലോ അധികം ഉണ്ടാക്കി കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് അതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. ഓവർ മസാലകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും. അപ്പോൾ ഇതിന് കൂട്ടി കഴിക്കാനുള്ള മയോണൈസ്, മുളക് ചമ്മന്തി, ടൊമാറ്റോ കെച്ചപ്പ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അതും നല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.